CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന മന്ത്രിയായിരുന്ന ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള CPMന്റെ സംസ്ഥാനത്തെ മുതിർന്ന നേതാവായ ജി സുധാകരൻ അദ്ദേഹം പാർട്ടി വിട്ടിരിക്കുകയാണ്. പാർട്ടിയോടുള്ള തൻ്റെ എതിർപ്പ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹം അമ്പലപ്പുഴയിൽ നിന്ന് സ്വതന്ത്രനായി മത്സരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആരുടെയും പിന്തുണ ആവശ്യമില്ല. അതേസമയത്ത് ആരെങ്കിലും പിന്തുണയ്ക്കുകയാണെങ്കിൽ അത് വേണ്ട എന്ന് പറയുമോ എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും UDFും BJP ഒക്കെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുമോ എന്ന് നമുക്കറിയില്ല. CPM ഏതായാലും വലിയൊരു പ്രതിസന്ധിയിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് CPMന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരൊക്കെ തന്നെ അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചിരുന്നു. മുഖ്യമന്ത്രി അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. സുധാകരന്റെ രാജി ഒഴിവാക്കാനുള്ള അവസാന നിമിഷ ശ്രമം വരെ CPM നടത്തിയിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ജി സുധാകരൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജി, അദ്ദേഹം പാർട്ടിയായിട്ട് തെറ്റി നിൽക്കുന്നത് ഏതെങ്കിലും ഒരു ആളുടെ മാത്രം വിഷയമല്ല. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ പാർട്ടിയുടെ MLA-മാരായിരുന്ന ആളുകൾ, മന്ത്രിമാരായിരുന്ന ആളുകൾ, മുതിർന്ന ആളുകളൊക്കെ തന്നെ പാർട്ടി വിടുകയാണ്, പാർട്ടിക്കെതിരെ മത്സരിക്കുകയാണ്. അത് CPMൽ മാത്രമല്ല, CPIയിലും വൈക്കത്തെ അജിത്ത് പോലത്തെ ആളുകളൊക്കെ തന്നെ പാർട്ടി വിട്ടുകഴിഞ്ഞു. പലരും BJPയിൽ ചേരുന്നുണ്ട്, ചിലർ കോൺഗ്രസോട് അടുക്കുന്നുണ്ട്. ഇടുക്കിയിലെ രാജേന്ദ്രൻ, അദ്ദേഹം BJPയിൽ ചേർന്ന് കഴിഞ്ഞു, അദ്ദേഹം MLA ആയിരുന്നു. അതേപോലെ തന്നെ മറ്റൊരു നേതാവാണ് പാലക്കാട്ടുള്ള ശശി. ഇപ്പൊ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും അന്ന് ആരോപണങ്ങളുടെ ഉന്നയിച്ച സമയത്ത് അതിന് തീവ്രതയില്ല എന്ന് പറഞ്ഞ് അതിന്റെ കൂടെ നിൽക്കുകയാണ് അന്ന് പാർട്ടി ചെയ്തത്. അപ്പൊ ഇപ്പൊ ഇനി അവർക്ക് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കാൻ കഴിയില്ല. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ CPM നേതൃത്വത്തിനെതിരായിട്ടുള്ള ഒരു ശബ്ദമുയരുകയാണ്. പാലക്കാട് ജില്ലയിൽ കൊഴിഞ്ഞാമ്പാറയിലൊക്കെ നൂറുകണക്കിന് പ്രവർത്തകരാണ് പാർട്ടി നേതൃത്വത്തിനെതിരായിട്ട് രംഗത്ത് വന്നത്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിൽ വ്യാപകമായി പാർട്ടി നേതൃത്വത്തിന് നേരെ വിമർശനം ഉയരുകയാണ്, അല്ലെങ്കിൽ അതൃപ്തരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. കാരണം പാർട്ടി ചിലരുടെ കൈകളിലായിരിക്കുന്നു, അല്ലെങ്കിൽ അധികാരവുമായി ബന്ധപ്പെട്ട ആളുകളുടെ കൈകളിലാണ് പാർട്ടി ഇരിക്കുന്നത്. പാർട്ടിയുടെ സ്ഥാനമാനങ്ങളൊക്കെ തന്നെ പാർട്ടിയുടെ അധികാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് കൈവശം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച അഹോരാത്രം കഷ്ടപ്പെട്ട ആളുകളൊക്കെ തന്നെ ഏതാണ്ട് അവർ പാർട്ടിയുമായിട്ട് മാനസികമായിട്ട് അകർന്ന് കഴിയുകയാണ്. പിന്നെ ഒരു പക്ഷേ അവർക്ക് UDFനോടുള്ള ഒരു എതിർപ്പ് മൂലം അവർ പലരും അറിയാതെ CPMനോ LDFനോ ഒക്കെ വോട്ട് ചെയ്യുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് പിന്നെ ദേശീയ തലത്തിൽ തന്നെ CPM നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയുടെ ഭാഗമാണ്. നമുക്കറിയാം, 34 വർഷമാണ് പശ്ചിമ ബംഗാളിൽ CPM അധികാരത്തിലിരുന്നത്, മുടിചൂടാൻ മന്നന്മാരായിട്ട്. കാരണം ബംഗാളിൽ ആർക്കും കടന്നു കയറാൻ പറ്റാത്ത രീതിയിൽ 77 മുതൽ 2011 വരെ CPMന്റെ ഭരണമായിരുന്നു. അന്ന് കോൺഗ്രസിനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എതിരാളികളെയൊക്കെ തന്നെ അവരെ അടിച്ചമർത്തി, പോലീസിനെയൊക്കെ തങ്ങളുടെ വരുതിക്ക് നിർത്തി. പക്ഷെ ഇന്നിപ്പോ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? CPMന്റെ ഓഫീസുകളൊക്കെ തന്നെ പല സ്ഥലത്തും BJP ഓഫീസുകളായിട്ട് മാറിക്കഴിഞ്ഞു. ആദ്യം CPMൽ നിന്ന് കൊഴിഞ്ഞുപോക്ക് തൃണമൂൽ കോൺഗ്രസിലേക്കാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഇപ്പൊ BJP ആണ് വളർന്നു വന്നിരിക്കുന്നത്. ഇന്നിപ്പോ 34 വർഷം ഒരു സംസ്ഥാനം ഭരിച്ച പാർട്ടിക്ക് ആ സംസ്ഥാനത്ത് നിന്ന് ലോക്സഭയിലേക്ക് മാത്രമല്ല, സംസ്ഥാന നിയമസഭയിൽ പോലും ഒരൊറ്റ അംഗം പോലും, 294 അംഗ പശ്ചിമ ബംഗാൾ നിയമസഭയിൽ ഒരൊറ്റ CPM അംഗം പോലും ഇല്ല എന്നുള്ള സ്ഥിതിയിലേക്ക് പാർട്ടി എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി ഘടകം ബംഗാളിലേതായിരുന്നു, അത് കഴിഞ്ഞാൽ കേരളത്തിലേതായിരുന്നു. കേരളമാണ് ഇനി അടുത്ത് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. നമുക്കറിയാം, കേരളത്തിൽ നേരത്തെ CPMന്റെ അകത്ത് ഒരുപാട് വിഭാഗീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പാർട്ടി ആടി ഉലഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ആ പാർട്ടിക്ക് അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞു. MB രാഘവനെ പോലത്തെ കരുത്തനായ ഒരു നേതാവ്, അദ്ദേഹം CPMൽ റിവോൾട്ട് ഉണ്ടാക്കി. അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടാക്കി. അന്നൊക്കെ ശാരീരികമായിട്ട് അവരെയൊക്കെ നേരിടുകയായിരുന്നു CPM ചെയ്തിരുന്നത്. MB രാഘവനെ കൈകാര്യം ചെയ്തു, CP ജോണിനെ കൈകാര്യം ചെയ്തു, പാമ്പ് വളർത്തൽ കേന്ദ്രം ആക്രമിച്ചു. അങ്ങനെ ഒരു അക്രമ പരമ്പരയിലൂടെ തങ്ങളുടെ നിലവിലുള്ള ശക്തി ഉപയോഗിച്ചുകൊണ്ട് എതിരാളികളെ, അല്ലെങ്കിൽ പാർട്ടിയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച ആളുകളെ അടിച്ചമർത്തുകയാണ് ചെയ്തത്. അതിനു മുമ്പ് CITU ആയിട്ടുള്ളൊരു വിഷയം ഉണ്ടായിരുന്നു. CITU നേതൃത്വത്തിലുള്ള കുറെ ആളുകൾ അവസാനം അവരെയൊക്കെ ഒതുക്കി. അവരൊക്കെ പലരും തിരിച്ചു പാർട്ടിയിലേക്ക് വന്നു, അവരൊക്കെ ഏതാണ്ട് ഇല്ലാതായി. ഈ ബാലാനന്ദനെ പോലെയുള്ള ആളുകളെയൊക്കെ തന്നെ ഒതുക്കി. പിന്നീട് മറ്റു ചിലർ, എറണാകുളത്തൊക്കെയുള്ള ചില ആളുകളൊക്കെ തന്നെ ആ പാർട്ടി വിട്ടുപോവുകയൊക്കെ ചെയ്തു.
അതേപോലെ തന്നെയായിരുന്നു ടി.പി. ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം. അതേപോലെ ഒരു കാലഘട്ടത്തിൽ VS-ഉം CITU ഗ്രൂപ്പും തമ്മിലായിരുന്നു വഴക്കെങ്കിൽ പിന്നീട് VS-ഉം പിണറായി ഗ്രൂപ്പും തമ്മിലായിരുന്നു. അങ്ങനെ രണ്ട് വലിയ നേതാക്കന്മാർ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ രണ്ട് നേതാക്കന്മാർ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു CPM-നൊക്കെ ചെയ്തിരുന്നത്. ഇന്നിപ്പം അങ്ങനെയുള്ള ഒരു കേന്ദ്രീകൃതമായ വിഘടനവാദ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു പിളർപ്പൻ പ്രവർത്തനമല്ല CPM-നകത്ത് നടക്കുന്നത്, അല്ലെങ്കിൽ വിഭാഗീയതയില നടക്കുന്നത്. ഓരോ സ്ഥലത്തും CPM-ലെ കേരളം മുഴുവൻ ഓരോ സ്ഥലത്തും പാർട്ടിയിൽ പ്രശ്നങ്ങളാണ്. ഇപ്പൊ നേരത്തെ പത്മകുമാർ പത്തനംതിട്ട ജില്ലയിൽ അയാൾ കലാപക്കൊടി ഉയർത്തിയാണ്. പക്ഷെ പെട്ടെന്ന് അയാൾ ആ കേസിൽ വന്നതുകൊണ്ട് അയാളൊന്ന് ഒതുങ്ങി. ഇപ്പം കേസിൽ നിന്ന് അയാൾ ജാമ്യത്തിലൊക്കെ പുറത്ത് വന്നതിന് ശേഷം പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഓരോ ജില്ലയിലും, പാലക്കാട് ജില്ലയിലാണെങ്കിലും മലപ്പുറം ജില്ലയിലാണെങ്കിലും എല്ലാ ജില്ലയിലും പാർട്ടിക്കകത്ത് വിഭാഗീയ പ്രശ്നങ്ങളാണുള്ളത്. അത് ഇടുക്കിയിലാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. എല്ലാ ജില്ലകളിലും അങ്ങനെ CPM അതിന്റെ വിഭാഗീയത കൊണ്ട് ആടി ഒലയുകയാണ് ചെയ്യുന്നത്. ഇതിനെ വിഭാഗീയത എന്ന് പറയാൻ പറ്റില്ല. ഓരോ സ്ഥലത്തും പാർട്ടി നേതൃത്വത്തിനെതിരായിട്ട് സാധാരണക്കാരായ അണികൾ, ആ അണികളുടെ ഒരു പ്രതികരണമാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. കാരണം CPM ഇന്ന് എത്തിയിരിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അത് പിണറായി വിജയൻ മാത്രം അദ്ദേഹത്തിനെ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കൂടെയാണ് ഇപ്പം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുള്ളത്. നേരത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പിണറായി വിജയന്റെ ഒരു അടുത്ത ആളായിരുന്നെങ്കിൽ പോലും അദ്ദേഹം അങ്ങനെ ടേക്ക് ഓൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരാളായിരുന്നില്ല. അതുകൊണ്ടാണ് അവസാനം കോടിയേരി ബാലകൃഷ്ണൻ മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ മൃതദേഹം തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് വെക്കാൻ പോലും അനുവാദം നൽകാതെ. കാരണം അതിനു മുമ്പ് തന്നെ പിണറായി വിജയന് വിദേശയാത്രയ്ക്ക് പോകേണ്ടി വന്നിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയൊക്കെ വളരെ വിഷമത്തോടു കൂടി അവർ പ്രതികരിച്ചതൊക്കെ പരസ്യമായിട്ടാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് കോടിയേരി ബാലകൃഷ്ണനെ പോലത്തെ ഒരാൾക്ക് പോലും പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പം MV ഗോവിന്ദനാണ് പാർട്ടി സെക്രട്ടറി. അദ്ദേഹം പൂർണ്ണമായിട്ടും പിണറായി വിജയന്റെ ഒരു മൂളിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ഇപ്പോൾ സീറ്റ് കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ CPM-ല് മുഖ്യമന്ത്രിയുടെ മരുമകന് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നു എന്നൊരു പരാതിയുണ്ട്. ഇപ്പൊ തന്നെ മുസ്ലിം ആയിട്ടുള്ള നേതാക്കന്മാരെയൊക്കെ തന്നെ തഴയുകയാണ്. കാരണം ഒരു മുസ്ലിം നേതാവ് എന്ന രീതിയിൽ അത് മുഹമ്മദ് റിയാസിന് കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് സ്പീക്കർ വരെ ആയിരുന്ന AN ഷംസീറിന് ഇത്തവണ മത്സരിക്കാൻ പോലും സീറ്റ് കൊടുത്തില്ല. അതേപോലെ തന്നെ കോവിഡ് കാലത്ത് മുഖ്യമന്ത്രിയാകുമെന്ന് വരെ വിശേഷിപ്പിച്ചിരുന്ന ഷൈലജയ്ക്ക് നല്ല സീറ്റ് കൊടുത്തില്ല. പകരം അവർക്ക് കോൺഗ്രസിന്റെ ഒരു സീറ്റാണ്, അവർക്ക് ജയിക്കാൻ കഴിയാത്തൊരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് CPM ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സുധാകരൻ. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനെതിരെ ഇനി വ്യക്തിപരമായ ആക്രമണം ഉണ്ടാകും. സുധാകരൻ ഇത്ര കാലമായിട്ടും അധികാരം വിട്ടൊഴിയാൻ പാടില്ലേ എന്നാണ് ചോദിക്കുന്നത് എന്നാണ് സുധാകരൻ പറയുന്നത്. ഇപ്പൊ സുധാകരൻ ചോദിക്കുന്നു, ലെനിനാണെങ്കിലും അതേപോലെ തന്നെ സ്റ്റാലിൻ ആണെങ്കിലും മാവോസിസ്റ്റ് ആണെങ്കിലും അതേപോലെയുള്ള നേതാക്കന്മാരൊക്കെ തന്നെ, ഫിഡൽ കാസ്ട്രോ ആണെങ്കിലൊക്കെ തന്നെ അവരൊക്കെ തന്നെ മരിക്കുന്നവർ അധികാരത്തിലിരുന്ന ആളുകളാണ്. അപ്പം പാർട്ടിയിൽ അങ്ങനെ ഇത്ര വയസ്സിൽ പിരിയണമെന്നൊന്നുമില്ല. പക്ഷെ അദ്ദേഹം യഥാർത്ഥത്തിൽ വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നത് ആർക്ക് നേരെയാണ്? അദ്ദേഹം പിണറായി വിജയന് നേരെയാണ് വിമർശനം ഉന്നയിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ മന്ത്രിസഭയിലെ എല്ലാ ആളുകളെയും മാറ്റി, പക്ഷെ മുഖ്യമന്ത്രിയെ മാറ്റിയില്ല. ഇപ്പം 2 തവണ അംഗങ്ങളായി എന്നുള്ള പേരിൽ പല MLA-മാർക്കും അവസരം കൊടുക്കുന്നില്ല. അപ്പോഴും പിണറായി വിജയന് യാതൊരു ഇളവ് കൊടുത്തിരിക്കുക. അതിന്റെ അർത്ഥം അദ്ദേഹം ലെനിനെയോ മാവോസെത്തുങ്ങിനെയോ അല്ലെങ്കിൽ ഫിഡൽ കാസ്ട്രോയൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം ഉന്നം വെക്കുന്നത് പിണറായി വിജയനെ തന്നെയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ ഇത് CPM-ല് വന്നിരിക്കുന്ന ഒരു വലിയൊരു പ്രതിസന്ധിയാണ്. CPM-ന്റെ അവസാനത്തെ തുരുത്താണ് കേരളം. ആ കേരളം എന്ന് പറയുന്ന ഒരു പാർട്ടി ഘടകം ഉള്ളത് കൊണ്ടാണ് CPM എന്ന പാർട്ടി തന്നെ നിന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് CPM എത്തിയിരിക്കുന്നത്. ഇത്തവണ അധികാരത്തിൽ നിന്ന് പുറത്താവുകയാണെങ്കിൽ CPM-ലെ അന്തഛിദ്രങ്ങൾ വർദ്ധിക്കുമെന്നുള്ളത് വളരെ ഉറപ്പാണ്.